പുതുപ്പള്ളിയിലെ രണ്ട് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ സപ്താഹയജ്ഞം നടക്കുകയാണ്. നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഒന്ന് ഇരവനല്ലൂർ തൃക്കയിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ്, ഒന്ന് രണ്ടാമത് തൃക്കയിൽ മഹാദേവ ക്ഷേത്രം പുതുപ്പള്ളിയിലുമാണ്. അപ്പം രണ്ടിടത്തും ഒരുപോലെ സപ്താഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇരവിനല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന തൃക്കയിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. പുതുപ്പള്ളി പഞ്ചായത്തിലെ രണ്ട് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ പ്രമുഖ ക്ഷേത്രമാണ് തൃക്കയിൽ ഇരവിനല്ലൂർ സ്ഥിതി ചെയ്യുന്ന ഈ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. ഒരു ക്ഷേത്രം കൈതേപ്പാലത്താണ്. ആർക്ക് ഇത് മായയാണെന്ന് ബോധ്യമാകുന്നോ അവൻ മായയില്ല. ഭഗവാൻ സത്യവ്രതന് പ്രപഞ്ച ദർശനം, പ്രളയ ദർശനം കാണിച്ചു കൊടുത്തു എന്നാണ്. അങ്ങനെ സത്യവ്രത രാജാവിനെ പ്രളയത്തിൽ നിന്ന് ഈ വള്ളത്തിൽ സ്വസ്ഥമായിട്ടിരുന്നതാണ്. എന്നാൽ ഒരു ഘട്ടത്തിൽ ഈ വള്ളം കൂടി മുങ്ങി മനസ്സിലാകുന്നുണ്ടല്ലേ. അപ്പൊ ശരിക്കും എന്താ വേണ്ടത്? നമ്മളോട് ചോദിച്ചിട്ട് ആ പോലെയാണോ എന്ത് ഇതിലാണ് വരുന്നത് അങ്ങനെയൊക്കെ നോക്കണമല്ലേ. സന്തോഷമായിട്ട് തോന്നി ആർക്ക് തീർച്ചയായും. അവിടെ അദ്ദേഹം കൊടുക്കുവാനായി വിദ്യാലയ വെള്ളമൊഴിച്ചു കൊടുക്കുന്നു. 3 മണി കൊണ്ട് കൊടുത്തു. കിട്ടിയവരെന്തായി? ഭഗവാൻ നിങ്ങളുടെ എടുക്കുമ്പോൾ പറയും ഇപ്പം എൻ്റെ എടുക്കുന്നത് അത് നോക്കല്ലേ, നിങ്ങളുടെ എടുക്കുമ്പോൾ നോക്കിയാൽ ഞാൻ. അപ്പം അങ്ങനെ പ്രപഞ്ചസ്വരൂപിയായി എന്നിട്ടോ 2 അടി കൊണ്ട് പ്രപഞ്ചം മുഴുവനും അളന്നു നിർത്തും. അങ്ങനെയല്ലേ കേട്ടിട്ടുള്ളത്. എന്നിട്ടോ 3-ാമത്തെ അടി എവിടെ വയ്ക്കും എന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രസേനൻ എന്ത് പറഞ്ഞു? ഇന്ദ്രസേന മഹാരാജ യാഹിബോ സുതലാലയം, അങ്ങനെ സുതലം എന്ന സ്ഥലത്തോട് പോയിക്കോളൂ. സുതലം എന്ന സ്ഥലമാണ് സുതലം സ്വർഗ്ഗത്തിൽ പ്രാർത്ഥ്യം, സ്വർഗലോകത്തുള്ളവർ പോലും കൊതിക്കുന്ന സ്ഥലമാണ് സുതലം. അവിടെ എന്താണെന്ന് ശേഷം അവിടെ ഈ ഭഗവാൻ തന്നെ കാവൽക്കാരനായി നിൽക്കുന്ന പ്രദേശമാണ് സുതലം. എന്ന് മാത്രമല്ല ഈ ദേവന്മാര് അവര് പോലും കൊതിക്കുന്ന സ്ഥലം സുതലം. സുതലം സ്വർഗ്ഗത്തിൽ പ്രാർത്ഥ്യം. പിന്നെ എന്ന് മാത്രമല്ല ഈ എപ്പോഴെങ്കിലും ഇപ്പോഴുള്ള ദൈവത്തിന് അവിടെ ഉപദ്രവിച്ചാൽ അങ്ങനെ ഭയമില്ല. കാരണം ഭഗവാൻ എന്നോട് വന്നത് കുറെ കാലം കഴിയണം. എവിടെ കഴിയണം? സുതലത്തിൽ കഴിയണം. എത്ര കാലം കഴിയണം? അടുത്ത മന്വന്തരം ആകുന്നത്. അടുത്ത മന്വന്തരത്തിലെ ഇന്ദ്രനായിട്ട് ഇടയ്ക്കിടെ വാഴിച്ചു. ഈ ഒറ്റയ്ക്ക് പോയിരുന്ന് ദുഃഖിക്കണം വേണ്ട. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഭാര്യയൊക്കെ കൊണ്ടുപോകാം. ഇങ്ങോട്ടുള്ള സുതലത്തിലേക്ക് കൊണ്ടുപോകാം. അത് സമാധാനം. അപ്പൊ വരാതിരിക്കുന്ന മന്വന്തരം വരെ അവിടെ ഇരിക്കുമ്പോ പിന്നെ നമ്മൾ ഈ ഓണം എന്ന് പറഞ്ഞ ആഘോഷിക്കും. ശരിക്കും ഭഗവാൻ വാമനനായിട്ട് അവതരിച്ച മുഹൂർത്തത്തെക്കുറിച്ച് ആദ്യം പറയും. ശ്രോണായാം ശ്രവണ ദ്വാദശ്യാം മുഹൂർത്തെ അഭിജിതി ദക്ഷിണം വിസ്തരിച്ചിട്ട് പറയും. ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസം അഭിജിത്ത് മുഹൂർത്തത്തിലാണ് അത്രേ ഭഗവാൻ വാമനനായിട്ട് അവതരിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ പൊതുവെ ആഘോഷിക്കുന്നതൊക്കെ തന്നെ നമ്മുടെ ഭഗവാന്റെ അവതാര സമയമാണ് ആഘോഷിക്കുക അല്ലേ. രാമനവമി എന്ന് വെച്ചാൽ എന്താണ്? രാവണൻ ജനിച്ച ദിവസമാണ് അല്ല, പിന്നെ ആര് ജനിച്ചതാണ്? ഭഗവാന്റെ ആണ് അല്ലേ. അതേപോലെ അഷ്ടവിരോഹിണി ജനന സമയമാണ് കംസന്റെയോ. അപ്പം നമ്മുടെ ആഘോഷങ്ങൾ കൃഷ്ണൻ ചെയ്യാൻ പോകുന്ന കാര്യം അറിയാമെന്നുള്ളത് കൊണ്ട് ഒന്നിനും അങ്ങനെ എതിർപ്പ് പറയാറില്ല. പക്ഷെ ഈ ഒരു പുറപ്പെട്ടു അങ്ങനെ വന്നു രാവണശേഷനോടൊപ്പം കൊണ്ടത്തിൽ വന്നാണ് രുക്മിണിയെ കാണാനല്ല പോയത്. നേരെ രുക്മിണിയുടെ പ്രകാരം വിവാഹിതയാകുന്ന രാജകുമാരി എന്നല്ല വിവാഹിത. നമ്മുടെ ഹൈന്ദവ സംസ്കൃതിയിൽ വിവാഹത്തിന് മുൻപ് ചില വൈദികമായ ക്രിയകളൊക്കെ വേണമെന്നാണ് നിബന്ധന. നിബന്ധന എന്നല്ല, വ്യവസ്ഥ എങ്ങനെയാണ്. കാരണം വെറുതെ പോയി ഈ വേദിയിൽ നിന്ന് പ്രതീകമാത്മിക
പ്രതീകമാക്കിക്കൊണ്ടുള്ള ഒരു അനുഷ്ഠാനവും ഈ മാംഗല്യം അങ്ങനെ കാര്യം നടക്കുന്ന പോയാൽ അറിയാം. അതിനു മുമ്പ് ചില കുറെ നീണ്ടു നിൽക്കുന്ന പ്രൊസീജിയേഴ്സ് ഉണ്ട്, മന്ത്രോച്ചാരണങ്ങളുണ്ട്, ഹോമമുണ്ട്, പിന്നെ ഇരുവരും ചേർന്ന് നടന്ന ചില സങ്കല്പങ്ങൾ, കുറെ കാര്യങ്ങളുണ്ട്. നമുക്കത് സന്ദർഭം കിട്ടിയാൽ പോയി പഠിക്കേണ്ടതാണ്. അപ്പൊ അതായത് കേവലാശ്രമം സംഭവിക്കണമെങ്കിൽ അത് ആ ഒരു ഉത്തരവാദിത്വം നമുക്ക് പൂർത്തിയാക്കണമെങ്കിൽ, അത് നിർവഹിക്കണമെങ്കിൽ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് ഹോമം ചെയ്ത് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അത് കാലാനുസൃതമായി മാറിയിട്ടുണ്ടാകും. അതിനെ കൈപിടിച്ച് കറങ്ങലാണല്ലോ. ഈ കൈപിടിച്ച് ഇങ്ങനെ 3 തവണ ഫലം നടത്തിപ്പിന് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ്, ഏതെങ്കിലും ഒരു മാർഗരേഖയെ വെച്ചുകൊണ്ട് അല്ലെ, ഏതെങ്കിലും തുടക്കം കുറിക്കുന്ന ഈ വേളയിൽ അതിനൊരു പ്രൊസീജിയർ. നമ്മൾ യോഗം തുടങ്ങുന്ന സമയത്ത് കണ്ടിട്ടില്ലേ, ആദ്യം എല്ലാവരെയും ക്ഷണിക്കും, എല്ലാവരും വന്നിരിക്കും. പിന്നീട് വേദിയിലിരിക്കേണ്ടവരും സദസ്സിൽ വന്ന മുൻപന്തിയിൽ അധ്യക്ഷനാണല്ലോ. അപ്പൊ അതിന് ചില കാര്യങ്ങളൊക്കെ സദസ്സിനെ അറിയിക്കാൻ വേണ്ടി അധ്യക്ഷ ഭാഷണം ഉണ്ടാകും. പിന്നീട് ഉദ്ഘാടകൻ വരും. ആ ഉദ്ഘാടകൻ ഇതിന്റെ ഒരു ആവശ്യം, പ്രാധാന്യം, ഗൗരവം, പ്രയോജനം, പ്രസക്തി മുതലായ കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൽ ഊന്നി നിന്നുകൊണ്ട് കുറെ കാര്യങ്ങൾ അവിടെയുള്ളവരെ ധരിപ്പിക്കും. അതിനുശേഷം ആശംസകൾ അറിയിക്കും. ഏറ്റവും ഒടുവിൽ കൃതജ്ഞത പറഞ്ഞാണ് ഈ യോഗം പിരിയുക. അപ്പൊ എന്തിനൊരു പ്രൊസീജിയർ ഉണ്ട്. ഇപ്പൊ നമുക്ക് ക്ഷേത്രാചാരങ്ങളൊക്കെ നോക്കിയാൽ ഒരു കാര്യക്രമമുണ്ട്, ഒരു നടപടിക്രമമുണ്ട്. പ്രതിഷ്ഠാകർമ്മമാകട്ടെ, എന്തിനും ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ വിവാഹത്തിന്റെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു കോമൺ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ തോന്നിയ മാതിരി എങ്ങനെയെങ്കിലും ആകട്ടെ, നമുക്ക് ആകെ അതിനകത്തുള്ള ഒരു ഒത്തൊരുമ എന്നത് ഏത് കാര്യത്തിലാണ്? ആ കാര്യത്തിൽ നമ്മള് ആ ഒരൊറ്റ കാര്യത്തിൽ ഒരു ഐക്യമുണ്ട്. ഏത് കാര്യത്തിലാണ്? ശാപ്പാടിന്റെ കാര്യത്തിൽ, ഭക്ഷണ കാര്യത്തിൽ നമ്മൾ ഒരുമിക്കും. അല്ലാണ്ട് അവിടെ എന്ത് നടന്നാൽ എന്താ ഇത് നമ്മളെ അറിയിക്കുകയാണ്. പൊതുവേദിയിൽ ഇങ്ങനെ അവരെ ഇരുത്തി അവർക്ക് ആചാര്യൻ, മുഖ്യ പുരോഹിതൻ ആചാര്യനാണ്. ആചാര്യൻ അവരെ അറിയിക്കണം എന്തിനാണ് നമ്മൾ ഒരുമിച്ച് ജീവിക്കാനായി നമ്മൾ ഇങ്ങനെയുള്ള ഒരു രംഗം സജ്ജീകരിച്ചത്. രജിസ്റ്റർ ഓഫീസിൽ പോയി സൈൻ ചെയ്ത് 2 സാക്ഷികൾ ഒപ്പിട്ട് തുടങ്ങാവുന്നതേ ഉള്ളൂ. അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. സ്പെഷ്യൽ മാരേജ് ആക്ടും ഹിന്ദു മതപ്രകാരമുള്ള മാരേജ് ആക്ടും ഒക്കെ ഉള്ള സമയമാണ്. 4 തരത്തിലുള്ള ഒരു നിയമാനുസൃതമായ വിവാഹ സമ്പ്രദായം ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട്. അതവിടെ നിന്ന് പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള ചടങ്ങും ഈ ഏർപ്പാടുകളൊക്കെ എന്തിനു വേണ്ടിയാണ്? അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഒരു ഉത്തരവാദിത്വം അവരെ ഏൽപ്പിക്കുകയാണ്. സമൂഹത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, സംസ്കാരത്തിന് വേണ്ടി, ഈ ധർമ്മത്തിന് വേണ്ടി, ഈ പ്രകൃതി സംവിധാനത്തിന് വേണ്ടിയൊക്കെയുള്ള ഒരു നിലനിൽപ്പിന് ഞങ്ങളുടെ ഈ യോജിച്ചുള്ള പ്രവർത്തനം, അതിൽ നിന്ന് പിറക്കുന്ന സന്നദ്ധികൾ ഹിതകാരമാകണം. ആ ഒരു ദൗത്യമാണ് നമ്മൾ ഏൽപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതിനനുസൃതമായ പദനിഷ്ഠകളോടുകൂടി ജീവിച്ച് വേണം ഈ ലോകത്ത് നമ്മൾ കടന്നു പോകാൻ. നമ്മുടെ ബാക്കി പത്രങ്ങളെ, അതായത് നമ്മുടെ അവശേഷിപ്പുകൾ, ഗർഭാധാനം തുടങ്ങി അങ്ങോട്ടുള്ള ഓരോ ഘട്ടങ്ങൾ, ഒരു ശിശു പുതിയ തലമുറ രൂപപ്പെടുന്നതിന്റെ തുടക്കം മുതൽ അതിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും ഭൂജാതനോ ഭൂജാതയായി കഴിയുമ്പോഴും പിന്നീട് അതിന് അന്നപ്രാശനം, വിദ്യാഭ്യാസം, പിന്നീട് വിവാഹം, അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും പ്രധാനപ്പെട്ട സന്ദർഭങ്ങളെല്ലാം വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ആചരിച്ചിരുന്നു. പിന്നെ അതിന്റെ ഉപവിഭാഗങ്ങൾ വേറെയുണ്ട്. അപ്പൊ ഈ കാര്യത്തിൽ 2 പേര് ഇന്ന് വാസ്തവത്തിലേക്ക് ഈ വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ രുക്മിണിയുടെ ഈ നീക്കം ഇന്നും പ്രായോഗികമാണ്. കാരണം രുക്മിണി കൃഷ്ണനെ കേട്ട നിമിഷം ഉടനെ ചാടിപ്പുറപ്പെട്ടതല്ല. വളരെ കൃഷ്ണനോട് ഇതിന്റെ നിർമ്മാതാക്കൾ അഥവാ രചയിതാക്കൾ പങ്കുവയ്ക്കുന്ന ചില തളർന്നു പോകാത്ത, നഷ്ടപ്പെട്ടു പോകാത്ത മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന വിധത്തിൽ മനുഷ്യകുലം നന്നായി മെച്ചപ്പെട്ടതിൽ നിലനിന്ന് പോകും. ആ മൂല്യങ്ങൾ ഏതാണ്, ഓരോ കാലഘട്ടത്തിനും യോജിക്കുന്ന ആ മൂല്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്താനും അതിനെ സ്വീകരിക്കാനും അത് ഫലപ്രദമായി നടപ്പിലാക്കാനും തക്ക വിധത്തിലൊരു അന്തരീക്ഷം ചമയ്ക്കുക എന്ന് മാത്രമാണ് ഇത്തരം പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന ഉദ്ദേശം. ഇതിനൊരു പ്ലാറ്റ്ഫോം നമ്മൾ തയ്യാറാക്കണം. അപ്പൊ ഏതാണ് ആ പ്ലാറ്റ്ഫോം? അതിന് പറ്റിയ തക്കതായ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ കുടുംബം മാത്രമേ ഉള്ളൂ. നമുക്ക് ക്ഷേത്രങ്ങൾ അനുമതിയുണ്ട്, പക്ഷെ നമ്മൾ എത്ര സമയം ചെലവഴിക്കും? 5-10 മിനിറ്റ്. അപ്പോ വാസ്തവത്തിൽ അവിടെയാണ് ഇതിന്റെ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പാടാക്കേണ്ടത്. നമ്മൾ ഈ ഭാഗവതത്തിലെ കഥകൾ, ഈ പ്രഹ്ലാദന്റെ കഥ പഠിക്കുമ്പോഴും ധ്രുവന്റെ കഥ പഠിക്കുമ്പോഴും ഒക്കെ ഒരുപാട് കഥകളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു പുതിയ തലമുറ രൂപപ്പെട്ട് വളരുന്ന ഒരു ഘട്ടമുണ്ട്. പുതിയ തലമുറ രൂപപ്പെട്ട് വളർച്ചയിലേക്ക് അത് അങ്ങനെ വികസിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ദേവഭൂതി ചരിതം പഠിക്കുന്ന സമയത്ത് എതിർപ്പേ പറയും.
അപ്പൊ എല്ലാ സാധ്യതകളെയും അടയ്ക്കുന്ന, നമുക്ക് വിജയിക്കാൻ മുമ്പിലുള്ള പ്രകൃതി ഒരുക്കി തന്നിരിക്കുന്ന എല്ലാ വഴികളെയും അടയ്ക്കുന്ന വിധത്തിലുള്ള സമീപനവും സംസാരവുമല്ല നാം സ്വീകരിക്കേണ്ടത്, പിന്തുടരേണ്ടത്. അപ്പൊ നമ്മുടെ വാക്കുകളെ മറ്റുള്ളവർക്ക് പ്രചോദനമായിരിക്കണം, ആത്മബലം നൽകുന്നതായിരിക്കണം, ഉത്തരവാദിത്വ ബോധം നൽകുന്നതായിരിക്കണം, ഉപദേശ രൂപേണയായിരിക്കണം. ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരോടുള്ള സംസാരം നമ്മളെക്കാൾ താഴ്ന്ന, അല്ലെങ്കിൽ നമ്മുടെ പ്രായത്തെക്കാൾ താഴ്ന്ന, ലോകപരിചയം കുറവുള്ളവരോട് എല്ലാവരോടും സംസാരിക്കാൻ നമുക്ക് എപ്പോഴും എന്തായിരിക്കണം? ഈ ജാമ്പവാണികൾ നമുക്ക് ഒരു റോൾ മോഡലായിരിക്കണം. അപ്പൊ പിന്തിരിപ്പിക്കാത്ത, നിരാശരാകാത്ത, കുറ്റപ്പെടുത്താത്ത, വിമർശിക്കാത്ത, തരം താഴ്ത്താത്ത, അധിക്ഷേപിക്കാത്ത, പരിഹസിക്കാത്ത ഈ ഒരു സംസാര രീതിയെ വളർത്തി. ഇതൊക്കെ എപ്പോ ചെയ്യണം? ഇങ്ങനൊരു തലമുറയാണ് നമുക്ക് ഉണ്ടാകേണ്ടതെങ്കിൽ ഈ തലമുറയാണ് നഷ്ടമായ വ്യക്തി ഗുണങ്ങളെയാണ് രുക്മിണി ദേവി മനസ്സിലാക്കി. ഇതുപോലെയാണ് മൂന്നാമത്തെ സ്കന്ധത്തിലെ ദേവഭൂതി ചരിത്രം പറയുന്ന സമയത്ത് രാജകുമാരിയായിരുന്ന ദേവ അത് വെറുതെ ആയിരുന്നില്ല. അവിടെയും പോയി അദ്ദേഹത്തെ സന്ദർശിച്ച് അവര് ഒരുമിച്ച് ജീവിച്ചു. ആത്മശൗചേന ഗൗരവേണ ദമേന ശുശ്രൂഷയ സൗഹൃദേന വാചാമധുരയാചോ. ഇതായിരുന്നു കർദമൻ മുറുകെ പിടിച്ചിരുന്ന ദാമ്പത്യ ജീവിതത്തിലെ പാരമ്പര്യവും ഈ മൂല്യങ്ങളും അതിന്റെ നിലനിൽപ്പൊക്കെ എന്നെ ആശ്രയിച്ചിട്ടാണ്? മനുഷ്യനെ ആശ്രയിച്ചിട്ടാണ്. മനുഷ്യരുണ്ടെങ്കിൽ എല്ലാം സാധിക്കും, ഇത് നിലനിർത്താൻ സാധിക്കും, അല്ലാണ്ട് തനിയെ നിലനിൽക്കില്ലല്ലോ. അപ്പൊ ഇതിനെ ഹോൾഡ് ചെയ്യാൻ, ഇതിനെ നിലനിർത്താൻ സഹായിക്കുന്ന വിധത്തിലുള്ള ഒരു സന്തതി പരമ്പരയെ, ഒരു തലമുറയെ ഈ ലോകത്തേക്ക് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാണ് ഏറ്റവും വലിയ. ഇപ്പൊ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ഒരാള് ജീവിക്കുന്നുവെങ്കിൽ അയാൾക്ക് ഈശ്വര സാക്ഷാത്കാര അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് അതിനെ ചൂഷണം ചെയ്യാനും മുതലെടുക്കാനും ക്രമേണ അതിനൊരു ആധിപത്യം സ്ഥാപിക്കാനുമുള്ള ആസൂത്രിത ശ്രമങ്ങളെ അറിയുമ്പോഴേക്ക് നാം ഏറെ തലമുറകൾ, ബാക്കി പറയൂ, ഏറെ തലമുറ കഴിഞ്ഞിട്ടുണ്ടാകും. എല്ലാ രംഗത്തും നമ്മൾ കാണുന്നുണ്ടല്ലോ, വിദേശ തൊട്ടടുത്ത അയൽരാജ്യത്ത് നടക്കുന്ന പരിപാടികൾ എവിടെയൊന്നും ആർക്കും ഒരു കണ്ണീരില്ല, ഒരു പ്രതിഷേധ പരിപാടിയും കാണാനില്ല, എവിടെയും മെഴുകുതിരി കണ്ടില്ല, എവിടെയും പ്രഖ്യാപനം കണ്ടില്ല. എല്ലാ സാംസ്കാരിക നായകരും എന്തായി? മാളത്തിൽ വിളിച്ചു കഴിഞ്ഞു. അധികം മനുഷ്യര് കൊല ചെയ്യപ്പെടുകയോ ആക്രമിക്കപ്പെടുകയോ അവരുടെ സ്വത്തും ജീവനും ഒക്കെ അപഹരിച്ചെടുക്കുകയോ ചെയ്തിട്ടുണ്ട്. ഒരു തുള്ളി കണ്ണീർ എടുക്കാത്തവരാണ് എന്താ മനുഷ്യ സ്നേഹികളായി വേഷം കെട്ടുന്നത്. അപ്പൊ ഈ വേഷം കെട്ടിലൊക്കെ നമുക്ക് പറയാൻ തന്നേ ഉള്ളൂ, എന്താ ചെന്നായിയുടെ തോല് മടക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയിട്ടും ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണ. ദ്വാരകാപുരി നന്നായി ശോഭിപ്പിച്ച് അലങ്കരിച്ച് ആരൂഢബോധത്തോടു ദ്വാരകാവാസികളും കേവലം ഒരുമിച്ചു എതിരെ കേവലം കൃഷ്ണൻ തന്റെ കല്യാണം ആഘോഷിച്ച വല്ലതോ മാധവൻ വൈദർഭിയെ നല്ലൊരു വല്ലതോ
വൈദഗ്ധ്യം